നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു രുചികരമായ കോഴിക്കോടൻ മീൻ മുളകിട്ടതാണ്. ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് ചോറിന് എന്തൊക്കെ കറികൾ ഉണ്ടെങ്കിലും ഉച്ചയ്ക്ക് ഒരു മീൻ മുളകിട്ടത് മസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ചെമ്മീൻ മുളകിട്ടത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ: 400 ഗ്രാം ചെമ്മീൻ, അത് നാരും തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ചെമ്മീൻ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ഒരു 3 പച്ചമുളക് നമ്മൾ കീറി എടുത്തിട്ടുള്ളതാണിത്, കുറച്ച് കറിവേപ്പില 2 സ്പ്രിഗൊക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പിന്നെ ഒരു 2 തക്കാളി വലുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, പറ്റ ചെറിയ പീസൊന്നും ആക്കണ്ട, ഒരു ഇടത്തരം വലുപ്പത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി. ഇതൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതിൽ ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി വേണം. ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്ത ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി. നമ്മൾ വലിയ ഉള്ളി ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഞങ്ങൾ കോഴിക്കോട് പൊതുവെ എല്ലാ മീൻ കറിയിലും വലിയ ഉള്ളി ഉപയോഗിക്കും. പൊതുവെ എല്ലായിടത്തും അതങ്ങനെ കാണാറില്ല. പക്ഷേ ഈ കറിയിൽ നമുക്ക് ചെറിയ ഉള്ളിയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് എന്തെന്ന് വെച്ചാൽ ഉലുവ, പിന്നെ സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് ഈ കറി വയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ നമുക്ക് മീൻ കറി വയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീൻകറി എപ്പോഴും ടേസ്റ്റ് മൺചട്ടി വെക്കുമ്പോൾ തന്നെയാണ്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, നല്ല നാടൻ വെളിച്ചെണ്ണ. ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. അത്യാവശ്യം നന്നായിട്ട് വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമുക്കിനി ഉലുവ ഇടാം. ഒരു 2 പിഞ്ച് ഉലുവ മതി കേട്ടോ, കുറച്ച് വലിയ പിഞ്ച്. ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. ഉലുവ നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. ഉലുവ മൂത്തതിന് ശേഷം മാത്രമേ കറിവേപ്പില ചെറിയുള്ളിയൊക്കെ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഉലുവ ചൂടായി വരുന്നുണ്ട്. ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഉലുവ ഒരു മൂത്ത് നല്ല മണം വരും. ആ സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ അരിഞ്ഞു വെച്ച ചെറുള്ളി ചേർക്കുകയാണ്. ചെറുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല പോലെ വഴന്ന് വരട്ടെ ചെറുള്ളി. ഉള്ളി അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് മൂക്കണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുള്ളി അത്യാവശ്യം ഒന്ന് മൂത്തു, വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും ഒന്ന് വഴറ്റി പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റാം. നന്നായിട്ടൊന്ന് വഴന്നൊരു നല്ല മണം വരട്ടെ. ഒരു ഇടത്തരം തീയിൽ വഴറ്റിയാൽ മതി. കൂടുതൽ തീ കൂട്ടിയിട്ടാൽ ചിലപ്പോൾ ഉള്ളി കരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ കറിയുടെ രുചി പോകും. ഓക്കെ, ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. രണ്ട് തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ തക്കാളി ചേർക്കുമ്പോൾ കുറച്ചൊന്ന് തീ കൂട്ടി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തക്കാളി വഴന്ന് കിട്ടും. നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നുണ്ട്. തൊലിയൊക്കെ ഇളകി തുടങ്ങി. എന്നാലും ഒന്നുകൂടെ ആവട്ടെ, ആ പച്ച ഇതൊന്നും അങ്ങോട്ട് പോയിട്ടൊന്ന് നല്ല പാകമായിട്ട് വരട്ടെ. അപ്പോൾ തക്കാളി നല്ല ആയി വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 മുതൽ 2.5 വരെ ടേബിൾ സ്പൂൺ മുളക് പൊടി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ചിലർക്ക് നല്ല എരിവ് വേണ്ടി വരും, ചിലർക്ക് എരിവ് കുറച്ച് മതിയാവും. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ ഒരു എത്ര അളവ് നിങ്ങൾക്ക് വേണമെന്നുള്ളതിനനുസരിച്ച് നിങ്ങൾ ചെയ്തോളാം. അപ്പോൾ നമുക്കിതിന് നന്നായിട്ട്, അതുപോലെ മഞ്ഞൾപ്പൊടി പലതരം ഉണ്ടാവും. ചിലതിന് നല്ല സ്ട്രോങ് ഫ്ലേവർ ആയിരിക്കും, ചിലത് കടയിൽ നിന്ന് വാങ്ങിക്കണമൊക്കെ ആണെങ്കിൽ അത്ര സ്ട്രോങ് ആയിരിക്കില്ല. അപ്പം ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു കടുപ്പം അനുസരിച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾ കറിയിൽ കൂടിയാലും കുറഞ്ഞാലും കറിക്ക് രുചി ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പാകത്തിന് ഇട്ട് കൊടുക്കുക.
നന്നായിട്ട് ഒന്ന് എണ്ണ തെളിഞ്ഞ് വരട്ടെ. മുളക് നന്നായിട്ട് ഇതായിട്ടുണ്ട്, നല്ലപോലെ മൂത്തു, മുളകിൻ്റെ മണവും വരുന്നുണ്ട്, നല്ലപോലെ എണ്ണയും തെളിഞ്ഞു. ഈ സമയത്ത് ഇനി നമുക്ക് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി ഒരു ചേരുവ. എന്താണെന്ന് വെച്ചാൽ പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞത് ചേർക്കണം കറിയിൽ. അപ്പോൾ നേരത്തെ അത് പറയാൻ എന്നോട് വിട്ടുപോയി. അപ്പോൾ പുളി പിഴിഞ്ഞത് നമുക്ക് ഇപ്പം ചേർക്കാം. കുറച്ച് വെള്ളത്തിൽ, സാധാരണ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, കുറച്ച് വെള്ളത്തിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞിട്ട് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് വെള്ളം, ഒരു 1.5 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ചിലർക്ക് കറി നല്ല കട്ടി വേണ്ടി വരും, ചിലർക്ക് കുറച്ച് ലൂസായിരിക്കും ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. ഞാൻ 2 കപ്പ് വെള്ളമാണ് എടുത്തുള്ളത്, അതിൽ ഇത്രയും ചേർത്തു, ഇത്ര ബാലൻസ് ഉണ്ട്. അപ്പോൾ ഒരു 1.5 കപ്പ്, 1.25 കപ്പ് വെള്ളം മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഒരു കൈക്കണക്കാണ്, ആവശ്യത്തിന് നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതലോ കുറവോ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിന് എരിവും പുളിയൊക്കെ ഉണ്ട്. അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഉപ്പ് കുറച്ചുകൂടെ ഇടുകയാണ്, എന്താ വെച്ചാൽ ഞാൻ ചെമ്മീൻ കഴിക്കില്ല. അപ്പം ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റില്ല. അപ്പം കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം, കുറച്ചൊരു ഉപ്പ് കുറവ് തോന്നുന്നുണ്ട് ഗ്രേവിയിൽ. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആദ്യം കുറച്ച് ഉപ്പിടുക, എന്നിട്ട് പാകം ആണോ അല്ലയോ നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കുക. അല്ലാതെ ഒറ്റയടിക്ക് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കറി കുളമാവും. അപ്പം നമ്മുടെ ചെമ്മീൻ കറി അവിടെ കിടന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ ചെമ്മീൻ കറി നല്ല വെട്ടി തിളച്ചുകൊണ്ടിരിക്കണം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ തലയോട് കൂടി തന്നെയാണ് ചെമ്മീൻ എടുത്തിരിക്കുന്നത്. അതിനകത്തൊക്കെ കളഞ്ഞ് മീശയൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ. എല്ലാവരും പറയും പൊതുവേ തല ഇട്ടാലാണ് കറിക്ക് രുചി കൂടുതലെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ എടുത്തുള്ളത്. ഇനി എത്ര രുചി ഉണ്ടെങ്കിലും ഇതെനിക്ക് കഴിക്കാൻ പറ്റില്ല, എനിക്ക് അലർജിയാണ്. അതുകൊണ്ട് ചെമ്മീൻ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതാ ചെമ്മീൻ ഇട്ടു. നോക്കൂ, കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഒന്നുമില്ലേ? വെറുതെ കൊതിക്കാന്നല്ലാണ്ട് എനിക്കിനി വേറെ കറി ഉണ്ടാക്കണം, അറിയോ? പൊതുവേ ചെമ്മീൻ കുക്കാകാൻ വേണ്ടി ഒരു 10 മിനിറ്റ് സമയം എടുക്കുള്ളൂ. വളരെ പെട്ടെന്ന് കുക്കാവുന്ന ഒരു ഫിഷാണ് ചെമ്മീൻ. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടത്തരം തീ മതി, തീ കുറച്ച് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പക്ഷെ ആയിട്ടില്ല, ശരിക്കും കുക്കാവട്ടെ. അപ്പോൾ കുറച്ച് സമയം കൂടി വേവിക്കാം. അപ്പോൾ ഇട്ടല്ലേ ഇവിടെ. അപ്പോൾ അതാ നമ്മുടെ നമ്മുടെ ചെമ്മീൻ കറി, നല്ല സൂപ്പർ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ഉലുവേൻ്റെയും ചെമ്മീൻ്റെയൊക്കെ ഒരു നല്ല മണമാണ് വീട് മുഴുവൻ. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഞാൻ തീ ഓഫ് ചെയ്തു. തീ ഓഫ് ചെയ്ത ഉടനെ നമുക്ക് കുറച്ച് കറിവേപ്പില, ഫ്രഷ് കറി ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഇതാ അടിപൊളി. ഇനി കുറച്ച് വെളിച്ചെണ്ണ, മുളകിട്ട കറിയല്ലേ, അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, കൂടുതൽ വേണ്ട. വാ, അതാ നല്ല സൂപ്പർ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ കറി റെഡിയായി. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ മെയിൽ ചെയ്ത് അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും കപ്പയുടെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പത്തിരിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാം. അപ്പോൾ നമ്മളിതാ കോഴിക്കോടുകാരുടെ ചെമ്മീൻ കറി നിങ്ങൾക്കായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത റെസിപ്പിയായി വരുന്നവരേക്കും ബൈ ബൈ.